നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഡയാലിസിസ് സെന്റർ അവലോകന യോഗം ആൽഫ തറവാട്ടിൽ നടന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സെക്രട്ടറി PK ജയരാജൻ സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൻ എലിസബത്ത്, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരി, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലീം സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ പേഷ്യൻ കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ കൂപ്പണുകൾ വിതരണം തുടങ്ങി. ആൽഫ തറവാട്ടിൽ ഇന്ന് രാവിലെ ആൽഫ ആലപ്പുഴ ലിങ്ക് സെന്റർ, അന്തിക്കാട് ലിങ്ക് സെന്റർ, ചാവക്കാട്, എടമുട്ടം, എടത്തിരുത്തി, ഇരിങ്ങാലക്കുട, കൊച്ചി, കൊടുങ്ങല്ലൂർ, മാള, മതിലകം സെന്ററുകൾ കൂപ്പണുകൾ ഏറ്റുവാങ്ങി. മറ്റ് സെന്ററുകൾക്കുള്ള കൂപ്പണുകൾ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് വിതരണം ചെയ്യും. ആൽഫ പാലിയേറ്റീവ് കെയർ ആലപ്പുഴ സെന്റർ വാർഷിക ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷാജി ജമാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ആൻഡ്രിയ സുരേഷ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി തോമസ് ജോർജ് സെന്ററിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ പ്രേം സായ്, ചന്ദ്രദാസ്, കേശവ് പിള്ള, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, ആൽഫ ആലപ്പുഴ സെന്റർ ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ട്രഷറർ രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. വാലന്റൈൻസ് ദിനാചരണത്തോടനുബന്ധിച്ച് ആൽഫ ഹോസ്പീസ് ആശിഷ് കെയർ ഹോമിൽ കത്തെഴുത്തു മത്സരം സംഘടിപ്പിച്ചു. പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. ചിലർ പ്രണയം കവിതകളായും ചിത്രങ്ങളായും അവതരിപ്പിച്ചു. പലരും ദിനാചരണത്തെക്കുറിച്ച് ആദ്യമായാണ് അറിഞ്ഞതെങ്കിലും പ്രണയദിനമാണെന്ന വിശദീകരണം കേട്ടതോടെ ഒരു കൈ നോക്കാമെന്ന മൂഡിലായിരുന്നു. സൈക്കോ സോഷ്യൽ വർക്കർ അസ്ന ഇസ്മായിൽ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.